Dear students, today we are discussing another element of working capital management. Working capital includes different elements, mainly cash, receivables and inventories. Today we are discussing the area receivable management. Okay, receivables are the amount owned by a firm as a result of sale of goods or services in the ordinary course of business. Generally, ordinary course of ബിസിനസ്സിൽ നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിസീവബിൾസ് എന്ന് പറയുന്നത്. റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രേഡ് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്. റിസീവബിൾസ് എന്ന് പറയുമ്പോൾ ട്രേഡ് ക്രെഡിറ്റ് ആണ്, അക്കൗണ്ട് റിസീവബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് trade credit management. At the time of receivables management, the important considerations are liquidity and profit. If we are giving lesser credit, there will be high liquidity, but at the same time it will reduce our profitability because the sales will be lesser. ഒരുപാട് ക്രെഡിറ്റ് അല്ലേ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴാണ് കൂടുതൽ സെയിൽസ് ഉണ്ടാവുക. കൂടുതൽ സെയിൽസ് ഉണ്ടാകുമ്പോൾ പ്രത്യേകത പ്രോഫിറ്റ് കൂടാം, പക്ഷേ നമ്മുടെ ഫണ്ട് മുഴുവൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലാവും, ലിക്വിഡിറ്റി കുറവാകും. സോ വി ഹാവ് ടു ബാലൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലിക്വിഡിറ്റി. ദ ഇമ്പോർട്ടൻ്റ് എയിംസ് to be borne in mind at the time of receivable management decision is sales maximization and profit maximization. Then cost of receivables. റിസീവബിൾസിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ സൺട്രി ഡെറ്റേഴ്സ്, ഒരു 10 ലക്ഷം രൂപയുടെ സൺട്രി ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ വാട്ട് ആർ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ്? ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ കോസ്റ്റ്. അല്ലേ, ആ കസ്റ്റമറിൽ നിന്ന് 10 ലക്ഷം രൂപ കളക്ട് ചെയ്യാനുള്ള എഫേർട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന പല കോസ്റ്റുകൾ ഉണ്ടായിരിക്കാം. ഇതാണ് ഫസ്റ്റ് കോസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ദ ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് മീൻസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ റിസീവബിൾസ്. അല്ലേ, 10 ലക്ഷം രൂപയാണ് കസ്റ്റമറുടെ കയ്യിലുള്ളത്. ഈ 10 ലക്ഷം രൂപയുടെ മുകളിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ റിട്ടേൺ. ദാറ്റ് ഈസ് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ കോസ്റ്റ്. തേർഡ് വൺ ഈസ് ഡെലിക്വൻസി കോസ്റ്റ്. ഡെലിക്വൻസി കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഡ്യൂ ടു ഫെയിലിയർ ടു പേ. കസ്റ്റമർ നമുക്ക് ക്യാഷ് തരാൻ അയാൾക്ക് കഴിയാതെ വരുമ്പോൾ അല്ലേ, അങ്ങനെ നമുക്ക് കോസ്റ്റ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ക്യാഷ് തരാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ ക്യാഷ് വേറെ എവിടെ നിന്നെങ്കിലും ബോറോ ചെയ്യുകയോ മറ്റോ ചെയ്യേണ്ടി വരും. അതിന് വരുന്ന കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത് ഡെലിക്വൻസി കോസ്റ്റ്. ഡീഫോൾട്ട് കോസ്റ്റ് ചില ഓതേഴ്സ് ഡെലിക്വൻസി ആൻഡ് ഡീഫോൾട്ട് കോസ്റ്റ് ഒന്നായിട്ടാണ് പറയുന്നത്. അല്ലേ, ഡെലിക്വൻസി കോസ്റ്റ് തന്നെയാണ് ഡീഫോൾട്ട് കോസ്റ്റ്. അപ്പോൾ ഡീഫോൾട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോൺ പേയ്മെൻ്റ് ആണ്. നോൺ പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ തീരെ തരാതിരിക്കുക, ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ഈ ബാഡ് ഡെപ്റ്റിനെ ചിലർ ഡെലിക്വൻസി കോസ്റ്റിൽ ഉൾപ്പെടുത്തും. എനിവേ ദർ ആർ 4 ടൈപ്സ് ഓഫ് കോസ്റ്റ്: കളക്ഷൻ കോസ്റ്റ്, ക്യാപിറ്റൽ കോസ്റ്റ്, ഡെലിക്വൻസി കോസ്റ്റ് ആൻഡ് ഡീഫോൾട്ട് കോസ്റ്റ്. Then factors to be considered at the time of deciding the size of receivables. Factors influencing receivable size. First one, size of credit sales. അല്ലേ, നമ്മുടെ റിസീവബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ക്രെഡിറ്റ് സെയിൽസിൻ്റെ സൈസാണ്. നമ്മൾ ഒരുപാട് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ ഒരുപാട് റിസീവബിൾസ് ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽസ് കുറവാണെങ്കിൽ റിസീവബിൾസ് കുറവാകും. സെക്കൻഡ് എലമെൻറ്റ് ഈസ് ക്രെഡിറ്റ് പോളിസി. കമ്പനി എടുക്കുന്ന ക്രെഡിറ്റ് പോളിസി എന്ന് പറയുമ്പോൾ എത്ര പീരീഡാണ് കൊടുക്കുക, എത്ര ദിവസത്തേക്കാണ് കൊടുക്കുക, ആർക്കൊക്കെയാണ് കൊടുക്കുക, അല്ലെ, ഏതൊക്കെ ഐറ്റംസിനാണ് ക്രെഡിറ്റ് സെയിൽസ് കൊടുക്കുക, ഇങ്ങനെയുള്ള അല്ലേ പോളിസികൾ. ദെൻ ടേംസ് ഓഫ് ക്രെഡിറ്റ്. നമ്മൾ കസ്റ്റമർക്ക് അല്ലേ നമ്മൾ ക്രെഡിറ്റ് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര പീരീഡാണ്, എത്ര പീരീഡിനുള്ളിൽ റീപേ ചെയ്താലാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലേ, ക്യാഷ് ഡിസ്കൗണ്ട് എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം, ഇതൊക്കെയാണ് ടേംസ് ഓഫ് ക്രെഡിറ്റ്. ദെൻ എക്സ്പാൻഷൻ പ്ലാൻസ്. കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാൻ. ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ ഇഫ് ദേ വിഷ് ടു എക്സ്പാൻഡ്, അല്ലേ, ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, ദേ വിൽ ഗിവ് മോർ ക്രെഡിറ്റ്. ദെൻ റിലേഷൻ വിത്ത് പ്രോഫിറ്റ്. വെദർ ദ credit policy, whether the account receivables are related with the profit or not, that is another factor. അല്ലേ, ചിലർ ചെയ്യുക
ക്രെഡിറ്റ് സെയിൽസിന് ഹയർ പ്രൈസും ക്യാഷ് പ്രൈസിന് ലോവർ പ്രൈസും ചാർജ് ചെയ്യും അല്ലേ. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ പ്രൈസ് കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ചില ഫേംസിൻ്റെ പ്രോഫിറ്റും ക്രെഡിറ്റും സെയിൽസും റിലേറ്റഡ് ആയിരിക്കും. കാരണം ക്രെഡിറ്റ് സെയിൽസ് ഇല്ലെങ്കിൽ അവിടെ സെയിൽസ് ഉണ്ടാവില്ല, ക്യാഷ് സെയിൽസ് തീരെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലേ ക്രെഡിറ്റ് സെയിൽസിനെ ഡിപ്പെൻഡ്. ഇപ്പോൾ പ്രോഫിറ്റുമായി ബന്ധമാണ്. ദെൻ കളക്ഷൻ എഫേർട്സ് ടു ബി ടേക്കൺ. നമ്മൾ അല്ലേ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഇയാളിൽ നിന്ന് അല്ലേ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുമോ, അതല്ല എഫേർട്ട് എടുക്കേണ്ടതുണ്ടോ, കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുമോ, ബാഡ് അപ്റ്റ് വരുമോ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ ഹാബിറ്റ്. കസ്റ്റമറുടെ ഹാബിറ്റ് എന്താണ് അല്ലേ, കസ്റ്റമറുടെ നാച്ചർ, അവർ ഈ ഒരു ക്രെഡിറ്റിനെ അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഹൗ ദേ ആർ റീപേയിങ്, വെദർ ദേ ആർ എൻജോയിങ് ക്യാഷ് ഡിസ്കൗണ്ട്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് the size of receivables. The next area is dimensions of receivables management. Receivables management innulla dimensions, areas, the important decision areas. First one is forming a credit policy. Credit policy determine ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ക്രെഡിറ്റ് പോളിസി ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. Credit standard എന്ന് പറയുമ്പോൾ we have to set a standard as to different aspects, just like what should be the credit sales, what is the amount of bad debt that can be allowed, what is the amount of collection cost to be incurred, what is the average collection period we will take. These are the factors to be decided as credit standard. These are to be like the part of credit policy formed. Second one is credit period. What is the time to be allowed to our customers? The next is cash discount. What is the amount of discount to be given to the customers for prompt payment of cash? And the fourth one is cash discount period. അല്ലേ എത്ര സമയത്തിനുള്ളിൽ തന്നാലാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക അല്ലേ, the period to be considered for allowing cash discount. So first dimension is forming credit policy. As a part of credit policy forming, we have to decide the credit standard, credit period, cash discount and cash discount period. The second dimension is executing the credit policy. We have to execute the credit policy by credit analysis. Mainly it is by credit analysis. Then credit analysis involves obtaining credit information, analyzing the credit information, making credit decisions and financing investment in receivables. The third one is formulating and executing collection policies. കളക്ഷനുമായി ബന്ധപ്പെട്ട പോളിസീസ് ഫോർമുലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡിസിഷൻസ് റിലേറ്റഡ് ടു ഡിഗ്രി ഓഫ് കളക്ഷൻ എഫേർട്ട്. കളക്ഷന് വേണ്ടി നമ്മൾ എടുക്കാവുന്ന എഫേർട്ടിൻ്റെ ഡിഗ്രി, വെദർ ഇറ്റ് ഷുഡ് ബി സ്ട്രിക്റ്റ് വിത്ത് അവർ കസ്റ്റമേഴ്സ്, വെദർ ഇറ്റ് ഷുഡ് ബി ലീനിയൻറ്റ് വിത്ത് അവർ കസ്റ്റമേഴ്സ്. സ്ട്രിക്റ്റ് ആവണോ ലിബറൽ ആവണോ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടൈപ്പ് ഓഫ് കളക്ഷൻ എഫേർട്ട്. കളക്ഷന് വേണ്ടി എന്ത് എഫേർട്ടാണ് എടുക്കേണ്ടത് അല്ലേ. വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് എഫേർട്സ്. ജസ്റ്റ് ഒരു ലെറ്റർ അയക്കാം, ഫോൺ ചെയ്യാം അല്ലേ, ഡയറക്റ്റ് ഹോം വിസിറ്റ് നടത്താം. സോ ലെറ്റേഴ്സ്, കോൾസ്, പേഴ്സണൽ പോസ്റ്റൽ സർവീസസ്, ഡയറക്റ്റ് വിസിറ്റ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, സോ ഡൈമെൻഷൻസ് ഓഫ് receivables management includes forming a credit policy, executing the credit policy and formulating and executing a collection policy. So this is a small area which is related to receivables management. Okay, thank you very much.